ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഏവർക്കും +1 അക്കൗണ്ടൻസിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കൗണ്ടിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ കുറേ ടേംസ് പഠിച്ചിരുന്നു. അസറ്റ്സ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്, ക്യാപിറ്റൽ എന്താണ് തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അക്കൗണ്ടിങ് ടേംസിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. എന്താണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ? റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് സോൾഡ്. എന്താണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ? റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് സോൾഡ്. വിൽക്കുന്ന സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കിഴിവിനെയാണ് ഡിസ്കൗണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാധനങ്ങൾ വിൽക്കുമ്പോൾ നൽകുന്ന വിലക്കിഴിവ്, അതാണ് ഡിസ്കൗണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഡിസ്കൗണ്ട് രണ്ട് തരത്തിലുണ്ട്: ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. ഏതൊക്കെ തരത്തിലാണ് ഡിസ്കൗണ്ട് ഉള്ളത്? ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട്? ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ വിൽപ്പന വിലയിൽ നൽകുന്ന കിഴിവാണ് ട്രേഡ് ഡിസ്കൗണ്ട്. എന്തിനാണ് ഇങ്ങനെ വിൽപ്പന വിലയിൽ കിഴിവ് നൽകുന്നത്? കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ വിൽപ്പന നടക്കാൻ, അല്ലേ? വില കിഴിവ് നൽകുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് സാധനങ്ങൾ വാങ്ങാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ്, വിൽപ്പന വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ട്രേഡ് ഡിസ്കൗണ്ട് നൽകുന്നത്. സാധാരണഗതിയിൽ ട്രേഡ് ഡിസ്കൗണ്ടിനെ കണക്കിൽ നമ്മൾ കാണിക്കാറില്ല. കണക്കിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ട്രേഡ് ഡിസ്കൗണ്ടിനെ ചെയ്യാറ്. അടുത്തത് ക്യാഷ് ഡിസ്കൗണ്ടാണ്. അക്കൗണ്ടിങ് പർപ്പസിൽ ഡിസ്കൗണ്ട് ആയിട്ട് പരിഗണിക്കുന്നതും ക്യാഷ് ഡിസ്കൗണ്ടാണ്. എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ? സാധാരണഗതിയിൽ കടമായി സാധനം വിൽക്കാറുണ്ട്, അല്ലേ? കടമായി സാധനം വാങ്ങാറുണ്ട്, കടമായി സാധനം വിൽക്കാറുണ്ട്. ഈ അവസരത്തിൽ ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിലാണ് അവർ നമുക്ക് പണം നൽകുക, അല്ലെങ്കിൽ നമ്മൾ പണം അവർക്ക് കൊടുക്കാറ്. അപ്പോൾ ഈ പണം കൊടുക്കുമ്പോൾ അവർ നൽകുന്ന കിഴിവിനെയാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് പർപ്പസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതും ക്യാഷ് ഡിസ്കൗണ്ടാണ്. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് രണ്ട് തരത്തിലുണ്ട്: ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്. എന്താണ് എക്സ്പെൻസ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ എക്സ്പെൻസിന് ഒരു ഉദാഹരണമാണ് ഡിസ്കൗണ്ട് അലൗഡ്, ഓർത്തിരിക്കുക. ദെൻ അടുത്തത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻകമാണ്. ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ഇൻകമാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പം ക്യാഷ് ഡിസ്കൗണ്ട് രണ്ട് തരത്തിലുണ്ട്: ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും. ഇനി ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസമുള്ളത് എന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. ഒന്നാമത്തത് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഡക്ഷൻ ഫ്രം ദ ലിസ്റ്റ് പ്രൈസ് ഓഫ് പ്രൊഡക്ട്സ്. പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റ് പ്രൈസിൽ കൊടുക്കുന്ന കിഴിവിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുക. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാലോ, ഡിഡക്ഷൻ ഫ്രം ദി എമൗണ്ട് ഡ്യൂ ഫ്രം ഡെപ്റ്റേഴ്സ്. കടക്കാർ നമുക്ക് പണം തരുമ്പോൾ അവർ നേരത്തെ തരുന്നത് കൊണ്ട് നമ്മൾ അവർക്ക് കുറച്ച് പണം ഇളവ് നൽകുന്നു, കിഴിവ് നൽകുന്നു. അതിനെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ. ദെൻ രണ്ടാമത്തത്, ഇറ്റ് ഈസ് അലൗഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. ട്രേഡ് ഡിസ്കൗണ്ട് എപ്പോഴാണ് നൽകുന്നത്? വിൽപ്പന എപ്പോഴാണോ നടക്കുന്നത് ആ സമയത്താണ് ട്രേഡ് ഡിസ്കൗണ്ട് നൽകുന്നത്. ക്യാഷ് ഡിസ്കൗണ്ടോ, ഇറ്റ് ഈസ് അലൗഡ് അറ്റ് ദ ടൈം ഓഫ് റിസീവിങ് പേയ്മെൻറ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്. കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയാൽ ചിലപ്പോൾ ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞിട്ടാണ് അവർ നമുക്ക് പണം നൽകുക, അല്ലേ? അപ്പോൾ ആ പണം നൽകുമ്പോഴാണ് നമ്മൾ എന്ത് നൽകുന്നത്? ക്യാഷ് ഡിസ്കൗണ്ട് നൽകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് സെയിൽ നടക്കുമ്പോഴാണ് നടക്കുന്നത്, രണ്ടാമത്തത് ക്യാഷ് ഡിസ്കൗണ്ടോ, ക്യാഷ് എപ്പോഴാണോ നമുക്ക് നൽകുന്നത് ആ സമയത്താണ് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ദെൻ തേർഡ് വൺ,
ഇറ്റ്സ് പർപ്പസ് ഈസ് ടു അട്രാക്ട് മോർ കസ്റ്റമേഴ്സ് ടു ദ ബിസിനസ്. ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുക. കൂടുതൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ എന്ത് സംഭവിക്കും? വിൽപ്പന കൂടും. അതിനു വേണ്ടിയാണ് ട്രേഡ് ഡിസ്കൗണ്ട് നൽകുന്നത്. പക്ഷേ ക്യാഷ് ഡിസ്കൗണ്ടോ, ഇറ്റ്സ് പർപ്പസ് ഈസ് ടു എൻകറേജ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഫ്രം ദ ഡെപ്റ്റേഴ്സ്. എന്തിനു വേണ്ടിയാണ്? ഡെപ്റ്റേഴ്സിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. എന്തിനു വേണ്ടി? എത്രയും വേഗം അവർ കടമായി വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്ന സാധനങ്ങളുടെ വില നമുക്ക് നൽകാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ നേരത്തെ നൽകാൻ വേണ്ടി, കൃത്യമായി നൽകാനും നേരത്തെ നൽകാനും. ഇപ്പം ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുമെന്നറിയുമ്പോൾ അവർ നമുക്ക് വേഗം കൃത്യമായിട്ട് പണം തിരിച്ചു നൽകാനുള്ള സാധ്യത ഉണ്ട്. ദെൻ അടുത്തത്, ഇറ്റ് നീഡ് നോട്ട് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ കണക്കിൽ അക്കൗണ്ടിങ് പർപ്പസിൽ രേഖപ്പെടുത്താറില്ല. പക്ഷേ ക്യാഷ് ഡിസ്കൗണ്ട് എന്ത് ചെയ്യും? ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ആസ് എക്സ്പെൻസ് ഓർ ഇൻകം. ക്യാഷ് ഡിസ്കൗണ്ട് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. എക്സ്പെൻസ് ആയിട്ടുള്ള ഡിസ്കൗണ്ടുമുണ്ട്, ഇൻകം ആയിട്ടുള്ള ഡിസ്കൗണ്ടുമുണ്ട്. ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാലോ ഇൻകം ആണ്. അപ്പം ഇത് രണ്ടും അക്കൗണ്ടിങ് പർപ്പസിൽ നമ്മൾ ജേണൽ എൻട്രി ആയിട്ട് പരിഗണിക്കാറുണ്ട്. എന്താണ് ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ ജേണൽ എൻട്രി എന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും? ഒന്നാമത്തത് അതിൻ്റെ മീനിങ് ആണ്. ദെൻ പർപ്പസ് ആണ്, ടൈമാണ്, അല്ലേ? ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ മീനിങ് എന്താണ്? ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ മീനിങ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ പർപ്പസ്, ഇറ്റ് ഈസ് അലൗഡ് ടു പ്രൊമോട്ട് ദ സെയിൽ ആണ്. ഏത്? ട്രേഡ് ഡിസ്കൗണ്ട് സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. പക്ഷേയോ ക്യാഷ് ഡിസ്കൗണ്ടോ, ഇറ്റ് ഈസ് അലൗഡ് ഓൺ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഓർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. ദെൻ അടുത്തതോ ടൈം വെൻ അലൗഡ്, ഇറ്റ് ഈസ് അലൗഡ് ഓൺ പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. ട്രേഡ് ഡിസ്കൗണ്ട് എപ്പോഴാണോ സാധനങ്ങൾ വാങ്ങുന്നത് ആ സമയത്താണ് ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കാറ്. ക്യാഷ് ഡിസ്കൗണ്ടോ, ഇറ്റ് ഈസ് അലൗഡ് ഓൺ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്. എപ്പോഴാണോ ക്യാഷ് നൽകുന്നത്, ഡെപ്റ്റേഴ്സ് നമുക്ക് എപ്പോഴാണോ ക്യാഷ് നൽകുന്നത് ആ സമയത്താണ് ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ നൽകാറ്. ക്യാഷ് ഡിസ്കൗണ്ട് രണ്ട് തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാലോ ബിസിനസ്സിനെ സംബന്ധിച്ച് അതൊരു ഇൻകമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡിസ്കൗണ്ടിനെ പറ്റിയാണ്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഡിസ്കൗണ്ട് ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. അവ തമ്മിലുള്ള വ്യത്യാസവും ഏതൊക്കെ തരത്തിലുള്ള ക്യാഷ് ഡിസ്കൗണ്ടാണ് ഉള്ളത് എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കൗണ്ടിൻ്റെ ജേണൽ എൻട്രി എന്താണെന്ന് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.